ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അല്ലാതെ മറ്റെന്താണ് ബോബി ചെമ്മണ്ണൂർ നടത്തിയതെന്ന് ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് കോടതി ചോദിക്കുകയായിരുന്നു. ബോഡി ഷെയ്മിംഗ് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല എന്നും മറ്റൊരാളുടെ ശരീരത്തെക്കുറിച്ച് പരാമർശങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്നും പി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. കർശനമായ വ്യവസ്ഥകളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതേസമയം ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയെന്ന ആരോപണമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യം വലിയ വാർത്തയായതോടെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് തീരുമാനമായിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥനൊപ്പം ജില്ലാ ജയിലിലെത്തിയ ബോബി ചെമ്മണ്ണൂരിന്റെ അനുയായികൾ സന്ദർശക പട്ടികയിൽ പേര് ചേർക്കാതെ സൂപ്രണ്ടിന്റെ മുറിയിലിരുന്ന് സംസാരിച്ചു എന്നാണ് ആരോപണം. ബോബി ചെമ്മണ്ണൂരിനായി 200 രൂപ നൽകിയതിലും ചട്ടക്രമം പാലിച്ചില്ല എന്നും ആക്ഷേപമുണ്ട്. റിമാൻഡ് തടവുകാരനായി ജയിലിലെത്തുമ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ കൈവശം പണമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് 200 രൂപ ബോബിക്ക് കൈമാറുകയും ഇത് അനധികൃതമായ രേഖകളിൽ ചേർത്തു എന്നുമാണ് വാദം.